നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഭവം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുപാട് ഗോളടിക്കും. അദ്ദേഹം ഗോളടിക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് ഞാനത് അങ്ങനെ ആശംസ അറിയിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കെതിരെ വേണ്ട. ഇന്ന് കോങ്കോക്കെതിരെ കളിക്കാനിറങ്ങിയാണ് പോർച്ചുഗൽ. രാത്രി ഇന്ത്യൻ സമയം 10:30 ആ മത്സരം. ആ മത്സരത്തിന് മുന്നോടിയായിട്ട് കോങ്കോയുടെ ഫ്രഞ്ചുകാരനായിട്ടുള്ള കോച്ച് സെബാസ്റ്റ്യൻ ഡെസാബ്ർ പറയുകയാണ്. ഡെസാബ്ർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനോ സൂപ്പർ പ്ലെയറാണ്, ഗോളുകൾ ഒരുപാട് അടിക്കണം വേൾഡ് കപ്പിൽ, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്കെതിരെ വേണ്ട. ക്രിസ്ത്യാനോയെ പൂട്ടാൻ വേണ്ടി സെപ്പറേറ്റ് തന്ത്രങ്ങളൊന്നുമില്ല, അങ്ങനെ നോക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ടീമിനെയാണ് ഞങ്ങൾ നേരിടുന്നത്. പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ മാത്രമല്ല, മികച്ച ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ടീം എന്ന നിലയിൽ പോരാടുകയാണ് വേണ്ടതെന്ന് കൂടി കോച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഒരു ഇൻഡിവിജ്വലിന് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂല. ക്രിസ്ത്യാനോയെ തടയാൻ പ്രത്യേക പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും. പറഞ്ഞ മറുപടിയാണ്, ഒരു കളക്റ്റീവ് സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ നിർണായകമായിട്ടുള്ള കളിക്കാരനാണെങ്കിൽ പോലും ഫുട്ബോൾ ചരിത്രത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് എന്നുള്ളത് അറിയാം. പക്ഷേ ടീം എന്ന നിലയിലാണ് അവർ കൂടുതൽ കരുത്തർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കളക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾ അവരെ ഒരു ടീം എന്ന നിലയിലായിരിക്കും നേരിടുക. ഞങ്ങൾ ജസ്റ്റ് വൺ പ്ലെയറെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല കളിക്കുക. അങ്ങനെ ചെയ്താൽ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്ക് എൻ്റെ പ്ലെയേഴ്സിനെ നന്നായിട്ട് അറിയാം. അവർക്ക് അറിയാം അവരെവിടെ നിന്നാണ് വരുന്നത്, എന്താണ് അവരെന്ന്. അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം വളരെ പ്രൗഡോടുകൂടിയാണ് ഞങ്ങൾ അണിയുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഞാൻ ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഒരുപാട് ഗോൾ അടിക്കുമെന്നാണ്. പക്ഷെ ഞങ്ങൾക്കെതിരെ അതുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്. ഐ ഹോപ്പ് ഹീ സ്കോർസ് ഗോൾസ് ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് അസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കിടിലൻ പോരാട്ടത്തിന് തൻ്റെ ടീം തയ്യാറെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. നല്ല പോരാട്ടം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ വാക്കുകൾ കൂടി നോക്കാം. നമുക്ക് ഫുട്ബോളിലൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഉറപ്പിച്ചു പറയാം, ഒരു ഗ്രേറ്റ് ചാലഞ്ചാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ ചലഞ്ചേഴ്സാണ്. പക്ഷേ ഈ ഒരു പൊസിഷൻ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്ലെയേഴ്സൊക്കെ ഹൈലി മോട്ടിവേറ്റഡ് ആണ്. സ്ട്രെങ്ത്ത്, ഈ ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും ഭയമില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇമോഷൻസിനെ മാനേജ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് കോങ്കോളീസ് DNA-യുടെ ഭാഗമാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓപ്പണൻസിനോട്, അതെല്ലാ ടീമിനോടും, ഞങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടീമുകളോടും നല്ല റെസ്പെക്റ്റുമുണ്ട്. ഒബിയസ്ലി ഞങ്ങൾക്കറിയാം പോർച്ചുഗീസ് ടീമിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത്. അവർ ഈ ഫുട്ബോൾ ലോകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമുകളിൽ ഒന്നാണ്. ഈ വേൾഡ് കപ്പിനുള്ള ഫേവറിറ്റുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വർക്കിൽ 100% ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. ചില പ്ലെയേഴ്സ് കുറേ കാലമായിട്ട് ഒരുമിച്ച് കളിക്കുന്നവരാണ്, അവർക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് പോസിബിൾ ആയിട്ടുള്ള രൂപത്തിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും എന്നുകൂടി ഇപ്പോൾ കോങ്കോയുടെ കോച്ച് സെബാസ്റ്റ്യൻ ഡെസാബ്ര പറയുന്നു. ചുരുക്കത്തിൽ കോങ്കോ ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്താണ് വരുന്നത്. പക്ഷേ പോർച്ചുഗലിനെ പോലെ ഒരു മൈറ്റി ടീമിനോട് അവർക്ക് പോരാടി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.